മക്കളെ, ഇന്ന് നമുക്ക് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി പെരുമഴയത്ത് എന്ന ചാപ്റ്റർ നോക്കാം. മൂക്കുതല ദേശത്തിൻ്റെ 3 ചുറ്റും കായലാണ്. കായലിന് അന്നൊക്കെ പറഞ്ഞിരുന്ന പേര് കടവ് എന്നാണ്. കിഴക്ക് ഭാഗം സ്രായിക്കടവ്, തെക്ക് ഭാഗം ഉപ്പുങ്കൽ കടവ്, പടിഞ്ഞാറ് ഭാഗം നരണിക്കടവ്. അങ്ങനെ വടക്ക് കായലില്ല, കരഭൂമിയാണ്. വടക്ക് ഭാഗത്തുള്ള എടപ്പാൾ ചാലിശ്ശേരി ഭാഗത്തേക്കൊഴികെ മറ്റെല്ലാ പ്രദേശങ്ങളിലേക്കും പോവാൻ തോണി വേണം. വലിയ ഇല്ലങ്ങൾക്കും തറവാടുകൾക്കുമൊക്കെ സ്വന്തമായി തോണികളുണ്ട്. ബാല്യക്കാരിൽ 1-2 പേർ തോണി കുത്താൻ അറിയുന്നവരുമായിരിക്കും. ദൂരെയുള്ള കോൾപ്പാടങ്ങളിൽ കൊയ്ത്തു കഴിഞ്ഞ് കറ്റ കൊണ്ടുവരുന്നതിനും തെങ്ങിൻ തോപ്പുകളിൽ നിന്ന് നാളികേരം കൊണ്ടുവരുന്നതിനും വഞ്ചി കൂടിയേ കഴിയൂ. വഞ്ചി അടുക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാവാം കായലിനെ കടവ് എന്ന് പറഞ്ഞു പോന്നത്. കായൽ വറ്റിച്ചാണ് കൃഷി ഇറക്കുക. ഒറ്റപ്പൂവലാണ് കൃഷി. പുഞ്ച എന്നാണ് പറയുക. കായലിൽ ആദ്യം വലിയ ബണ്ട് കെട്ടും. ഒരു തോട് കീറി വെള്ളം അതിലേക്കും മാറ്റും. ചക്രം ചവിട്ടിയാണ് വെള്ളം തേവി മാറ്റുക. ബണ്ടിൻ്റെ അടുത്ത് നിരനിരയായി 20-30 ചക്രങ്ങളുണ്ടാവും. പണിക്കാർ ഊഴമിട്ട് രാത്രിയും പകലും ചക്രം ചവിട്ടി വെള്ളം തേവിക്കൊണ്ടിരിക്കും. പൊതുവെ തുലാമാസത്തിലാണിത്. ചവിട്ടുന്നതിൻ്റെ അധ്വാനം അറിയാതിരിക്കാൻ അവർ പാടിക്കൊണ്ടിരിക്കും. പകലും രാത്രിയും പാട്ടുണ്ടാവുമെങ്കിലും സകലവും നിശബ്ദമാവുന്ന രാത്രികാലങ്ങളിലാണ് ഞങ്ങൾ കുട്ടികൾ ആ തേക്കുപാട്ട് തെളിഞ്ഞു കേൾക്കുക. പാലാട്ടുകോമൻ്റെയും മറ്റും കഥകളാണവ. തുലാമാസ രാത്രികളിൽ ദൂരെ നിന്ന് ഒഴുകി വരുന്ന ആ പാട്ടുകൾ കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുക. ഇടയ്ക്കെങ്ങാനും ഉണർന്നാൽ അപ്പോഴും കേൾക്കാം നേർത്തെത്തുന്ന ഈണം. അങ്ങനെ തോണിയും വെള്ളവുമൊക്കെയായിട്ട് എൻ്റെ കുട്ടിക്കാലത്തിന് ബന്ധം. കുളം, കുളി എന്നിങ്ങനെ ഇല്ലത്തും വഞ്ചി, കായൽ എന്നിങ്ങനെ പുറത്തും. പക്ഷേ വെള്ളം ഞങ്ങളെയെല്ലാം ഒരു തവണ ഭയങ്കരമായി പേടിപ്പിക്കുകയും ചെയ്തു. എൻ്റെ 13ാമത്തെ വയസ്സിൽ ഒരു കർക്കടകത്തിലായിരുന്നു അത്. മഴയുള്ള ഒരു സാധാരണ ദിവസമെന്നേ തോന്നിയുള്ളൂ. രാത്രി ഊണു കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ തുടങ്ങുമ്പോഴാണ് ഭയങ്കരമായ ഒരു കാറ്റിൻ്റെ വരവ് കേട്ടത്. അസാധാരണമായ ഒരു മുഴക്കത്തോടെയാണ് അത് വീശിയെത്തിയത്. ദൂരെയുള്ള മരങ്ങളിൽ നിന്ന് കൊമ്പുകളും ഇലകളും പറന്ന് 4 ഇറയത്തെത്തി നടുമുറ്റം നിറയാൻ തുടങ്ങി. കുത്തഴിക്കുള്ളിലൂടെ മുറിയിലേക്കും അവ വന്നു വീണു. വൃക്ഷങ്ങൾ ആടി ഉലഞ്ഞ് പൊട്ടിച്ചീന്തുന്ന ശബ്ദം അകത്ത് കേൾക്കാമായിരുന്നു. ഉള്ള ജനലുകളും വാതിലുകളുമെല്ലാം കൊട്ടിയടച്ചു. ഞങ്ങൾ പേടിച്ച് വിറച്ച് തെക്കിനിയിലേക്കും വടക്കിനിയിലേക്കും മാറി മാറി ഓടി. എവിടെ പോയാലും രക്ഷയില്ല. ഉറങ്ങാൻ ആർക്കും ധൈര്യമില്ല. അപ്പോഴേക്കും മഴയും പൊട്ടി വീണു. മഴയത്തും കാറ്റത്തുമായി വളപ്പിലെ മരങ്ങൾ തലങ്ങും വിലങ്ങും കടപുഴകി വീഴാൻ തുടങ്ങി. മരം വീഴുന്ന കൂറ്റൻ അലർച്ച ഇടവിട്ട് കേൾക്കാം. ഭാഗ്യത്തിന് എന്തുകൊണ്ടോ ഇല്ലത്തിൻ്റെ മേൽപ്പുരയിലേക്ക് മരമൊന്നും വന്നു വീണില്ല. വെളുപ്പാൻ കാലമായപ്പോഴേക്കും കാറ്റിൻ്റെ ശക്തി തെല്ല് കുറഞ്ഞു. അതിൻ്റെ ചൂളം വിളി ഒന്ന് പതിഞ്ഞു. അപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നത്. ഉണർന്നപ്പോൾ ആവട്ടെ പുറത്ത് അതിശക്തിയായി മഴ. അന്തർജനങ്ങൾക്ക് കുളിക്കാൻ പോവാൻ പറ്റുന്നില്ല. മുറ്റത്ത് മുഴുവൻ മഴക്കൊമ്പുകളും ഇലയും വെള്ളവുമാണ്. വെള്ളം കാണെ പൊങ്ങിക്കൊണ്ടിരുന്നു. വടക്കുപുറത്തെ മുറ്റം വെള്ളത്തിലായി. കുളവും മുറ്റവും കിണറും ഒന്നാവാൻ തുടങ്ങി. അന്ന് ഞങ്ങൾക്കാർക്കും കുളിയുണ്ടായില്ല. തേവാരവും മുടങ്ങി. മഴ അപ്പോഴും തുള്ളിമുറിയാതെ പെയ്തുകൊണ്ടേയിരുന്നു.
കാണാവുന്നിടത്തെല്ലാം വെള്ളം. വെള്ളപ്പൊക്കമാണ് ഇതെന്ന് അന്നൊന്നും മനസ്സിലായില്ല. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് മഴ ശമിച്ചത്. പിന്നെ പിന്നെ വെള്ളം താണു തുടങ്ങി. 1942 ഇത്. MT വാസുദേവൻ നായരുടെ നാലുകെട്ടിൽ പരാമർശിക്കുന്ന വെള്ളപ്പൊക്കം ഇതായിരുന്നിരിക്കണമെന്ന് കാലം വെച്ചു നോക്കുമ്പോൾ തോന്നുന്നു. വെള്ളപ്പൊക്കം കൊണ്ട് നാട്ടിൽ പലർക്കും വിലക്കുറവിൽ ഒട്ടേറെ മരത്തടികൾ സ്വന്തമായി കിട്ടി. പുഴയിൽ ഒലിച്ചു വന്ന കാട്ടിലെ മരങ്ങൾ സാഹസികമായി വടമെറിഞ്ഞ് പിടിച്ച് വേണ്ടവർക്ക് വിൽക്കുകയായിരുന്നു. 1943 ഞാൻ വിവാഹം കഴിഞ്ഞ് നിലയങ്ങോട്ട് എത്തുമ്പോൾ നീണ്ട തെക്കേ ഇറയം മുഴുവൻ ഇങ്ങനെ വാങ്ങിക്കൂട്ടിയ വിലപിടിപ്പുള്ള മരങ്ങൾ ഈർന്ന് വൃത്തിയാക്കി അട്ടം മുട്ടെ കൂട്ടിയിട്ടത് കണ്ടിരുന്നു. വെള്ളം വന്ന് വാതിൽപ്പടിയിൽ തൊട്ട ദിവസങ്ങളിൽ അമ്മമാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് അതിനു മുമ്പ് നടന്ന മറ്റൊരു വെള്ളപ്പൊക്കത്തെ കുറിച്ചായിരുന്നു. 99 വെള്ളപ്പൊക്കം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. ഇംഗ്ലീഷ് വർഷപ്രകാരം 1923-24 കാലമാണത്. ഞാൻ ജനിക്കുന്നത് 4-5 വർഷം മുമ്പ്. ഭാരതപ്പുഴയുടെ വക്കത്തുള്ള ഞങ്ങളുടെ ഒരു ബന്ധുഗൃഹമായ ഇല്ലത്തെ കാര്യമാണ് അമ്മമാർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഭയങ്കരമായ മഴയോടൊപ്പം ഒരു സന്ധ്യാനേരത്താണ് പെട്ടെന്ന് വെള്ളം പൊങ്ങാൻ തുടങ്ങിയത്. പുറവെള്ളം ഏന്തി വരുന്നത് എന്നേ ആദ്യം എല്ലാവരും കരുതിയുള്ളൂ. പക്ഷേ വെള്ളത്തിൻ്റെ തള്ളിക്കയറ്റം അങ്ങനെയൊന്നും കലാശിച്ചില്ല. തൊടി മുഴുവൻ വിഴുങ്ങിയ വെള്ളം ഉമ്മറപ്പടിയിലെത്തി. കുട്ടികൾ സന്തോഷിച്ചു. അവരുടെ മേലുകഴുകൽ ഉമ്മറപ്പടിയിൽ വച്ചാവാമല്ലോ. എന്നാൽ നോക്കി നിൽക്കെ ഉമ്മറപ്പടിയും കടന്ന് വെള്ളം അകത്തേക്ക് കയറിയെത്തി. അകത്ത് ചുമരുകൾക്കിടയിൽ വെള്ളം ഓളം വെട്ടി. വാതിലുകളെല്ലാം മലർക്കെ തുറന്നിട്ടു. കാറ്റ് വരുമ്പോൾ വാതിൽ അടയ്ക്കുക, വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക എന്നതായിരുന്നു അന്നത്തെ ഒരു നാട്ടറിവ്. ഇടനാഴികളിലാണ് വെള്ളത്തിൻ്റെ കുത്തും തള്ളലും ഏറെ ശക്തമായത്. എല്ലാവരും മുകളിലെത്തി. പാത്രങ്ങളും മുകളിലേക്കു കയറ്റി. വെള്ളവും കോണിപ്പടി കയറി വരാൻ തുടങ്ങി. ജീവൻ രക്ഷിക്കാനുള്ള വഴിയെക്കുറിച്ച് മാത്രമായി ചിന്ത. രാത്രി മുഴുവൻ അവർ മുകൾ നിലയിൽ കഴിച്ചു. പിന്നീട് തോണിയുമായി വന്ന നാട്ടുകാർ അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. മഴക്കാലം, മഴയുടെ രസവും രഹസ്യങ്ങളും. മഴവെള്ളം എന്ന ലേഖനത്തിൽ നിന്നാണ്. എഡിറ്റർ ടോം ജെ മങ്ങാട്ട്, ദേവകി നിലയങ്ങോട്ട്. അത്രയാണ് നമ്മുടെ പാഠഭാഗമുള്ളത്. ഇനി നമുക്കതിൻ്റെ ആക്ടിവിറ്റി നോക്കാം. ഒന്നാമത്തെ ചോദ്യം പത്രവാർത്ത തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? പത്രവാർത്ത തയ്യാറാക്കുക. ചോദ്യം വായിച്ചു നോക്കാം. വെള്ളപ്പൊക്കത്തിൻ്റെ കാഠിന്യം എത്രത്തോളം ഒരു നാട് അനുഭവിച്ചു എന്ന് ലേഖനത്തിൽ നിന്ന് മനസ്സിലായല്ലോ. പിറ്റേ ദിവസത്തെ പത്രത്തിൽ അതേക്കുറിച്ച് വരാനിടയുള്ള ഒരു വാർത്ത തയ്യാറാക്കൂ. യോജിച്ച തലക്കെട്ടും നൽകുക. അപ്പോൾ നമുക്ക് പത്രവാർത്ത തയ്യാറാക്കിയത് നോക്കാം. പത്രവാർത്ത: കനത്ത മഴയിൽ മൂക്കുതല പ്രദേശം ഒറ്റപ്പെട്ടു. ഇതാണ് അതിൻ്റെ തലക്കെട്ട് ട്ടോ. അതിത്തിരി വലുതായിട്ട് ഒന്ന് മുകളിലേക്ക് ആക്കിയിട്ട് എഴുതണം. നിങ്ങൾ എഴുതിയെടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇത്തിരി ഒന്ന് വലുതായിട്ട് മുകളിലേക്ക് ആക്കിയിട്ട് എഴുതാം. ഈ കനത്ത മഴയിൽ മൂക്കുതല പ്രദേശം ഒറ്റപ്പെട്ടു എന്ന് എഴുതാം. പിന്നീട് മൂക്കുതല എന്ന് എഴുതാം സ്ഥലത്തിൻ്റെ പേര്. ഒരാഴ്ചയായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് മൂക്കുതല പ്രദേശം ഒറ്റപ്പെട്ടു. തോരാതെ പെയ്യുന്ന മഴയെ തുടർന്ന് ഒട്ടനവധി നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 10-ാം തീയതി തുടങ്ങിയ മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപകടാവസ്ഥയിലുള്ള വീടുകളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. റോഡുകൾ കവിഞ്ഞൊഴുകി മിക്ക വീടുകളിലും വെള്ളം കയറിയിരിക്കുന്നു. മരങ്ങൾ കടപുഴകി വീണു എന്നൊക്കെ കൂടെ ചേർക്കാട്ടോ. പരിസരവാസികൾക്ക് ഒട്ടേറെ നാശനഷ്ടങ്ങൾ മഴക്കെടുതിയാൽ അനുഭവപ്പെട്ടു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ പരിസരത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്.
മഴ വീണ്ടും തുടരുകയാണെങ്കിൽ ദുരിതബാധിതരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാനാണ് നിർദ്ദേശം. അപ്പം നമ്മൾ പത്രവാർത്ത നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്തത് നാട്ടറിവുകളാണ്. നമ്മൾ പാഠം വായിച്ചപ്പോൾ കണ്ടു, കാറ്റ് വരുമ്പോൾ വാതിലടയ്ക്കുക, വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക. ഇത്തരം നാട്ടറിവുകൾ എപ്രകാരമാണ് നമ്മുടെ ഗ്രാമീണ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് ചർച്ച ചെയ്യൂ, കൂടുതൽ നാട്ടറിവുകൾ ശേഖരിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. നാട്ടറിവുകൾ അതിൻ്റെ ചർച്ച ചെയ്തതാണ് കേട്ടോ ഇവിടെ. കാറ്റ് വരുമ്പോൾ വാതിലടയ്ക്കുക, വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക. ഇത്തരം നാട്ടറിവുകൾ എപ്രകാരമാണ് നമ്മുടെ ഗ്രാമീണ ജീവിതത്തെ അത് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഇവിടെ മുതലാണ് നമുക്ക് ആൻസർ വരുന്നത്. നാട്ടറിവുകൾ എന്നത് ഒരു പ്രദേശത്തെ ജനങ്ങൾ തലമുറകളായി കൈമാറി വരുന്ന അറിവുകളാണ്. ഗ്രാമീണ ജനതയുടെ ജീവിത രീതി, കലാപൈതൃകം, ആചാരവിശ്വാസങ്ങൾ, വാഗ്മയ രൂപങ്ങൾ തുടങ്ങി നമ്മുടെ സാംസ്കാരിക സമ്പത്ത് മുഴുവൻ നാട്ടറിവിൽ പെടുന്നു. ഐതിഹ്യങ്ങളും നാട്ടുസംഗീതവും വാമൊഴി ചരിത്രവും നാടോടിക്കഥകളും ഭക്ഷണ രീതിയും നാട്ടുചികിത്സയും കൃഷി അറിവുകളും എല്ലാം നാട്ടറിവാണ്. ഇവിടെ കാറ്റ് വരുമ്പോൾ വാതിൽ അടയ്ക്കുക എന്ന വാക്യത്തിൻ്റെ അർത്ഥം വലിയ കാറ്റുണ്ടാകുമ്പോൾ സാധാരണ പുറത്തുനിന്ന് അപകടകരമായ വസ്തുക്കൾ പറന്നെത്തുന്നതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. മാത്രമല്ല, വാതിൽ തുറന്നിട്ടാൽ വീടിനകത്ത് സുരക്ഷിതമായിരിക്കുന്ന വസ്തുക്കൾ താഴെ വീഴാനും സാധ്യതയുണ്ട്. വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക എന്നാൽ വീടിനകത്തൊക്കെ കയറിയ വെള്ളം കെട്ടി നിൽക്കാതെ പുറത്തേക്ക് പോകുന്നതിലേക്ക് വേണ്ടിയാണ് വാതിൽ തുറന്നിടണം എന്ന് പറഞ്ഞിരിക്കുന്നത്. വെള്ളം അകത്ത് കിടന്നാൽ പല വസ്തുക്കൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. നാട്ടറിവുകൾ നമുക്ക് കൂടുതൽ നാട്ടറിവുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നാട്ടറിവുകൾ നോക്കാം. അത്തം കറുത്താൽ ഓണം വെളുക്കും. അത്തം നാളിൽ മഴ പെയ്യുകയാണെങ്കിൽ ചിങ്ങമാസത്തിലെ ഓണക്കാലത്ത് നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും എന്ന് ഇത് സൂചിപ്പിക്കുന്നു. മീൻ മുട്ടിയാൽ മഴ വരും. പുഴകളിലും തോടുകളിലുമുള്ള മീനുകൾ കൂട്ടമായി കരയിലേക്ക് അടുത്തു വരുന്നത് മഴ വരാൻ സാധ്യതയുണ്ടെന്നതിൻ്റെ സൂചനയായി ഗ്രാമീണർ വിശ്വസിച്ചിരുന്നു. ആന ഇറങ്ങിയാൽ മഴ പോയി. ആനക്കൂട്ടങ്ങൾ കാടിറങ്ങി ജനവാസ മേഖലകളിലേക്ക് വരുന്നത് മഴ കുറയുന്നതിൻ്റെയും വരൾച്ച വരുന്നതിൻ്റെയും സൂചനയായി കണക്കാക്കിയിരുന്നു. അത്രയാണ് നമ്മൾ നാട്ടറിവുകൾ എഴുതിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളുടെ പ്രദേശത്തെ പ്രകൃതി ഭംഗിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും അവതരിപ്പിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡോക്യുമെൻ്ററി തയ്യാറാക്കിയത് നോക്കാം. പ്രകൃതിയുടെ സൗന്ദര്യം, സൂര്യൻ ഉദിച്ചു വരുന്നതിൻ്റെയും പക്ഷികൾ ചിലയ്ക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ, വയലുകളിലൂടെയും പുഴയുടെ ഓരത്തുകൂടിയും ക്യാമറ പതുക്കെ നീങ്ങുന്നു. അവതാരകൻ: ഇത് എൻ്റെ നാടാണ്. പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും തെളിഞ്ഞൊഴുകുന്ന പുഴകളും തണൽ വിരിച്ചു നിൽക്കുന്ന കാവുകളും നിറഞ്ഞ എൻ്റെ നാട്. ഒരു കാലത്ത് പ്രകൃതിയും മനുഷ്യനും ഒന്നായി ജീവിച്ച ഇടം. ഈ മണ്ണിലെ ഓരോ കണികയിലും ജീവന്റെ തുടിപ്പുണ്ടായിരുന്നു. കാറ്റിൻ്റെയും പുഴയുടെയും കളകളാരാവങ്ങൾ ഞങ്ങളെ എന്നും സന്തോഷിപ്പിച്ചു. ദൃശ്യം 2 വരുന്നത് മാറുന്ന കാലം. പുഴയിലേക്ക് മാലിന്യം തള്ളുന്നതിൻ്റെ ദൃശ്യം. പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു മാലിന്യങ്ങളും പുഴയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. വയൽ നികത്തുന്നതിൻ്റെയും മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിൻ്റെയും ദൃശ്യങ്ങൾ. അവതാരകൻ: വികസനത്തിൻ്റെ പേരിൽ നാം പ്രകൃതിയെ മറന്നു. പുഴകൾ ഇന്ന് മാലിന്യ കൂമ്പാരങ്ങളായി. ഒരു കാലത്ത് ശുദ്ധജലം ഒഴുകിയിരുന്ന പുഴ ഇന്ന് വിഷം പേറി ഒഴുകുന്നു. അടുത്തത് പരിസ്ഥിതി പ്രശ്നങ്ങളാണ്. പ്രദേശത്തെ പരിസ്ഥിതി പ്രവർത്തകൻ്റെയോ ഒരു മുതിർന്ന വ്യക്തിയുടെയോ അഭിമുഖം ചെയ്യുന്ന ആൾ: ഇപ്പോഴുള്ള ഈ മാറ്റങ്ങൾ ഞങ്ങളുടെ നാടിനെ ആവാസ വ്യവസ്ഥയെ മുഴുവൻ തകർക്കുകയാണ്. പ്ലാസ്റ്റിക്കും രാസമാലിന്യങ്ങളും കാരണം പുഴയിലെ മീനുകൾ അപ്രത്യക്ഷമായി. വയലുകൾ ഇല്ലാതായതോടെ നെൽകൃഷി നിലച്ചു. വേനൽക്കാലത്ത് ജലക്ഷാമം രൂക്ഷമായി. പ്രതീക്ഷയുടെ തിരുനാളങ്ങളാണ് അടുത്തത്. ഒരാൾ പുഴയിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിൻ്റെ ദൃശ്യം. ചില വിദ്യാർത്ഥികൾ മരങ്ങൾ നടുന്നു. നാട്ടുകാർ ഒരുമിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അവതാരകൻ: എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുമ്പോൾ ഇവിടെ പ്രതീക്ഷയുടെ ചില തിരുനാളങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട്. സ്വന്തം നാടിനെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവർ ഓരോ തുള്ളിവെള്ളവും ഓരോ തൈയും സംരക്ഷിക്കാൻ പ്രതിജ്ഞയെടുക്കുന്നു.
വരും തലമുറയ്ക്കായി ഈ പ്രകൃതിയെ അതേപടി സംരക്ഷിക്കാൻ നമുക്ക് കൈകോർക്കാം. നമ്മുടെ ഭൂമി നമ്മുടെ ഉത്തരവാദിത്തം എന്ന് അവസാനം ഡോക്യുമെൻ്ററിയുടെ പേര് സ്ക്രീനിൽ തെളിയുന്നതോട് കൂടിയിട്ട് ഡോക്യുമെൻ്ററി എഴുത്ത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാഗ്മയ ചിത്രമാണ് പറഞ്ഞിരിക്കുന്നത്. 3 ഭാഗം കായലും 1 ഭാഗം കരയുമുള്ള എൻ്റെ നാടിൻ്റെ ചിത്രം എഴുത്തുകാരി വിവരിച്ചത് വായിച്ചല്ലോ. നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിൻ്റെ ഒരു വാഗ്മയ ചിത്രം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നഗരത്തിൻ്റെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ വേറിട്ടു നിൽക്കുന്ന ഒരു തുരുത്താണ് എൻ്റെ നാടായ പരുത്തിപ്പാറ. ഒരു വശത്ത് നഗരത്തിൻ്റെ എല്ലാ തിരക്കുകളുമായി ഹൈവേ കടന്നു പോകുന്നു. എന്നാൽ ഈ തിരക്കിൽ നിന്ന് അകന്ന് മറ്റൊരു ലോകം പോലെ എൻ്റെ നാട് ശാന്തമായി നിലകൊള്ളുന്നു. നഗരത്തിന് നടുവിലായി ഈ വലിയ കുന്നിൻ പ്രദേശം, ചുറ്റും ഇടതൂർന്ന കാടുകളാൽ മൂടപ്പെട്ട ഈ മണ്ണിൻ്റെ നെറുകയിൽ ഒരു അമ്പലമുണ്ട്. അവിടേക്ക് കയറിപ്പോകുന്ന വഴികൾ കരിങ്കല്ലു പാകിയതാണ്. നാടിൻ്റെ തണുപ്പുള്ള ഇരുളിലൂടെ നടന്നു കയറുമ്പോൾ വണ്ടികളുടെ ശബ്ദവും നഗരത്തിൻ്റെ ബഹളങ്ങളും പതിയെ ഇല്ലാതാവുന്നു. അവിടെ നിന്ന് നോക്കിയാൽ നഗരത്തിൻ്റെ വിശാലമായ കാഴ്ച കാണാം. അത്രയാണ് നമ്മൾ നാടിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിവേദനം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് നിവേദനം തയ്യാറാക്കിയത് നോക്കാം. നിവേദനം: പ്രേക്ഷകർ, പഞ്ചായത്ത് നിവാസികൾ, മൂക്കുതല പഞ്ചായത്ത്, കർത്താവ്, ജില്ലാ കളക്ടർ, മലപ്പുറം. വിഷയം: മൂക്കുതല പഞ്ചായത്തിലെ അനധികൃതമായ വയൽ നികത്തലിനെതിരെ നടപടി കൈക്കൊള്ളുന്നതിനു വേണ്ടി. സാർ, മൂക്കുതല പഞ്ചായത്തിലെ വയലുകൾ മിക്കതും തന്നെ മണ്ണിട്ട് നികത്തി കരഭൂമിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വയലുകൾ പ്രകൃതിയുടെ സ്വാഭാവിക ജലസംഭരണികളാണ്. കൃഷി ആവശ്യങ്ങൾക്കായി വയലുകളിൽ ശേഖരിക്കപ്പെടുന്ന വെള്ളം പ്രകൃതിയുടെ അന്തരീക്ഷ താപത്തെ ക്രമീകരിക്കാൻ വളരെയേറെ സഹായകരമാണ്. വയലുകൾ സംഭരിച്ചു വയ്ക്കുന്ന ജലം മണ്ണിൽ താഴുകയും മണ്ണിൻ്റെ ജലസംഭരണ ശേഷിയെ നിലനിർത്തുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ന് വയൽ നികത്തുന്നത് സർക്കാർ നിരോധിച്ചെങ്കിലും മൂക്കുതല പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള നിലങ്ങൾ മണ്ണിട്ട് മൂടി സ്വകാര്യ വ്യക്തികൾ കരഭൂമിയാക്കി മറിച്ചു വിറ്റുകൊണ്ടിരിക്കുകയാണ്. വയലുകൾ ഇല്ലാതാവുന്നതോടെ നമ്മുടെ കാർഷിക പാരമ്പര്യമാണ് ഇല്ലാതാവുന്നത്. വർഷകാലത്ത് പെയ്തു തീരുന്ന മഴവെള്ളം മണ്ണിനെ തണുപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒഴുകിപ്പോവുകയാണ്. ഇത് വരൾച്ചയ്ക്ക് കാരണമാവുന്നു. മുമ്പ് ഈ ഗ്രാമത്തിലുണ്ടായിരുന്ന ജീവിവർഗങ്ങളിൽ പലതും ഇന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. സ്വകാര്യ വ്യക്തികൾ തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ മാത്രം മുന്നിൽ കണ്ട് നടത്തുന്ന ഈ പ്രകൃതി ചൂഷണം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടണം. ഒപ്പം ഒരു ഗ്രാമത്തിൻ്റെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ പ്രശ്നത്തിന് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും താൽപ്പര്യപ്പെടുന്നു. വിശ്വസ്തയോടെ മൂക്കുതല പഞ്ചായത്ത് നിവാസികൾക്ക് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മൂക്കുതല. ഡേറ്റ് എഴുതുക, ഒപ്പിടുക. ഓക്കെ, അപ്പം അത്രയാണ് നമ്മുടെ നിവേദനമുള്ളത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.